ശഹളിലെ 3 നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന പുരാതനമായ ഒരു പള്ളിയുടെ വിശുദ്ധാങ്കണത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദേവാലയത്തിന് 2 പൂർവികരുണ്ടായിരുന്നു. ഈ ദേവാലയം തന്നെ ഉണ്ടായിട്ട് 250-ലേറെ വർഷമായി. കേരളത്തിലെ ആദ്യ പൗരാണിക ദേവാലയങ്ങളിൽ ഒന്നാണിത് എന്ന് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടവക ജനങ്ങളുള്ള ഇടവകളിൽ ഒന്ന് എന്നുമല്ല. ഒരുപാട് ഭൂസ്വത്വം പൗരാണികതയുടെ പാരമ്പര്യം പേറുന്ന ഓർമ്മകളും ഈ ദേവാലയം ഉൾക്കൊള്ളുന്നു എന്നുള്ളതുമല്ല. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പുണ്യ കുസുമങ്ങൾ ഇവിടെ വിരിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ വിശുദ്ധ ജന്മങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഭാഗ്യം കിട്ടിയ മറ്റിടവ ഉണ്ടാവില്ല. വിശുദ്ധന്മാരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും വിളിക്കപ്പെട്ടവരുടെയും നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏരിയാസ് അച്ഛൻ, വിശുദ്ധ വിപ്രാസ്യാമ്മ, അവര് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇതാണ്. അതുപോലെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട രാമപുരം കുഞ്ഞച്ചൻ ഈ മണ്ണിൽ വിടർന്ന മറ്റൊരു പൂവാണ്. ധന്യരായ സക്കറിയാസ് അച്ഛൻ, ഔറേലിയൻ അച്ഛൻ, ജോസഫ് അച്ഛൻ, ഈ പുണ്യ സുമങ്ങളുടെ നറുമണം ഇന്നും ഈ അന്തരീക്ഷത്തിൽ അലതല്ലുന്നുണ്ട്. ദേവദാസരായ മാർ മാത്യു മാക്കിൽ, മാർ മാത്യു കാവുകാട്ട്, ദേവദാസിയായ സിസ്റ്റർ ഫിദരിസ് സളിയത്ത്, ഇതൊക്കെ ആ വിശുദ്ധരുടെ ശ്രേണിയിൽ വരുന്ന മറ്റു പേരുകളാണ്. സീറോ മലബാർ രൂപതയുടെ 2ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ വർക്കി വിജയത്തിൽ ജന്മമെടുത്ത് പുണ്യമാർജിച്ച സ്ഥലമാണിത്. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൻ്റെയും ധർമാരാം കോളേജിൻ്റെയും സ്ഥാപകനും രാജ്കോട്ടിലെ പ്രഗത്ഭനായ ബിഷപ്പുമായിരുന്ന മാർ ജോനാസ് തളിയത്ത് ജന്മമെടുത്തതും ഈ മണ്ണിലാണ്. ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഒരുപാട് സഭാ നക്ഷത്രങ്ങൾ വിരിഞ്ഞൊരു ആകാശവും ഉദയം ചെയ്ത മണ്ണുമാണിത്. ശക്തമായ ഒരു ദൈവജനത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദേവാലയം ഇവിടെ നിന്ന് മറ്റൊരു പുതിയ ദേവാലയത്തിലേക്ക് ചേക്കേറിയതിൻ്റെ 25ാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുക. ഞാൻ അരമനയിൽ പോയി പിതാക്കന്മാരുടെ പറ്റി സംസാരിച്ചു. അവരുടെ ആദ്യ പ്രതികരണം, അച്ഛൻ പുത്തമ്പള്ളിയിൽ പള്ളി പണിയാൻ ചിന്തിക്കുകയേ വേണ്ട. കർദിനാൾ മാർ ആന്റണി പടിയറ നിലവിളക്ക് കൊളുത്തി വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് 2000 വർഷത്തെ പഴക്കവും പാരമ്പര്യവും ഉണ്ട്. എങ്കിലും ഇതുപോലെ പച്ചപിടിച്ച വിശ്വാസത്തിന്റെ പൂത്തുലഞ്ഞ ഇടങ്ങൾ കുറവാണ്. 1000-ലേറെ കുടുംബങ്ങളോടും 5000-ലേറെ ഇടവക ജനങ്ങളോടുകൂടി ഇന്ന് ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് എറണാകുളം രൂപതയിലും കേരള സഭയിലും ഈ സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് കാലാകാലങ്ങളിൽ സമർത്ഥമായ നേതൃത്വം കൊടുത്ത പുരോഹിതന്മാരും വൈദിക മേലധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നല്ലതായ എന്തിനോടും സഹകരിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇവിടുത്തെ ജനങ്ങൾ. ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുക എന്നതിനേക്കാൾ വിശ്വാസത്തിന് വിശുദ്ധി ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ ഇക്കാലമത്രയും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇടവക ജനത്തിന്റെ ധന്യതയും അവരുടെ അഭിമാനവും. 1998 ഡിസംബർ 27-ാം തീയതി വെഞ്ചരിക്കപ്പെട്ട പുത്തമ്പള്ളിയിലെ ഏറ്റവും പുതിയ ദേവാലയത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മനോഹരമായ ഈ ദേവാലയം പണിതുയർത്തത് ബഹുമാനപ്പെട്ട പോൾ തനാനച്ഛന്റെ കാലത്താണ്. അനേകം പേരുടെ കഠിനമായ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിട്ട് ഉയർന്നതാണ് ഈ ദേവാലയം. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും സഹായിച്ചവരേറെയാണ്. ഒരുപാട് പുണ്യസ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ അതിന് ഇണങ്ങുന്ന ദേവാലയം പടുത്തുയർത്തണം എന്ന ഇടവക ജനത്തിന്റെ തീവ്രമായ ആഗ്രഹം ഇതിന് പിന്നിലൂടെ പിൽക്കാലത്ത് മാറി മാറി വന്ന വികാരിമാര് പ്രത്യേകിച്ചും ഈ ദേവാലയത്തിന്റെ അത്താരവശം കാലത്തിനൊത്ത് നവീകരിക്കുകയും ആധുനികതയും പാരമ്പര്യവും കൂട്ടിക്കലർത്തി അതിമനോഹരമായി രൂപകൽപ്പനയുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ജോർജ് നരീശ്വരേച്ചന്റെ കാലത്താണ്. ഇന്ന് പുത്തൻപള്ളിയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം വലിയ ആഹ്ലാദത്തിന്റെയും വലിയ ആശ്വാസത്തിന്റെയും ദൈവസാക്ഷ്യത്തിന്റെയും പ്രകാശ ഗോപുരമാണ്. 1000-ലേറെ കുടുംബങ്ങൾക്ക് പ്രാർത്ഥനാ കേന്ദ്രമായി ഇടവക ഈ ദേവാലയം മാറിയെന്ന് മാത്രമല്ല, നിരവധിയായ സ്ഥാപനങ്ങൾ ഈ ദേവാലയത്തിന്റെ കൊടിക്കീഴിൽ അണിനിരന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കയ്യൊപ്പ് ലഭിച്ച ഈ ദേവാലയം നിരവധിയായ ദൈവ വിളികൾക്ക് ഇന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ലേറെ കുടുംബങ്ങൾ കൊള്ളുന്ന ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും കരുത്തും ഈ ഇടവക കൂട്ടായ്മയുടെ സ്നേഹവും ഐക്യവുമാണ്. ഈ ദേവാലയം നിർമ്മിതമായിട്ട് 25 വർഷം തികയുന്ന ഈ രജത ജൂബിലി വർഷത്തിൽ എനിക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് ഇനിയും ഇതിൻ്റെ ആകാശങ്ങൾ കൂടുതൽ വിസ്തൃതമാകട്ടെ എന്നാണ്. ഇവിടെയുള്ളവരുടെ ഹൃദയവിശാലത കൂടുതൽ വർദ്ധമാനമാകട്ടെ എന്നാണ്.
ഇവിടെ പ്രാർത്ഥനയുടെ ആഴവും ദൈവകൃപയുടെ കയ്യൊപ്പും കൂടുതൽ ഉണ്ടാവട്ടെ എന്നാണ്. നിങ്ങൾക്കേവർക്കും ഈ ജൂബിലി മംഗളത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിർത്തട്ടെ.